അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തലെ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുപാടും പലപ്പോഴായി നമ്മൾ കാണാറുണ്ട് ചില ആളുകൾ അനാവശ്യമായ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ആളുകൾ അല്ലെ. എനിക്ക് അങ്ങനെ ചില ആളുകളെ, ചില സ്ത്രീകളെയാണ് കേട്ടോ, അനാവശ്യമായ ടെൻഷൻ അടിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ നിമിഷം, നമ്മൾ ജീവിക്കുന്ന ആ നിമിഷം സ്പോയിൽ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. എന്താണ് ടെൻഷൻ, എന്താണ് കാരണം എന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ടെൻഷൻ അടിക്കുന്നത്, എന്താണ് എന്റെ ആദി, ഫ്യൂച്ചറിനെ കുറിച്ചാണോ അല്ലെ കഴിഞ്ഞു പോയതിനെ കുറിച്ചാണോ, എന്താണെന്ന് വ്യക്തമായി അവർക്ക് തന്നെ അറിയില്ല. പക്ഷെ അവരുടെ മനസ്സ് എപ്പോഴും ടെൻഷനാണ്. നിലനിൽക്കുന്ന അവസ്ഥയിൽ അവർക്ക് സന്തോഷം കണ്ടെത്താനേ പറ്റുന്നില്ല. നമുക്ക് ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് യാതൊരു സന്തോഷമോ അല്ലെങ്കിൽ സമാധാനമോ ഇല്ലാതെ ആ നിമിഷം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, ലൈഫിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് അല്ലെ. എനിക്ക് അങ്ങനെയുള്ള കുറച്ചു പേരെങ്കിലും പരിചയമുണ്ട്. കാരണം എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് അവർക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ ഡിപ്രസ്ഡ് ആണ്. എന്താണ്, നല്ല ഫാമിലി ലൈഫ് ഉണ്ട്, ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഇല്ല, നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്നു, പക്ഷെ അവർക്ക് മനസ്സിനൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് അവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകള് സ്വയം ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ടെൻഷൻ. പക്ഷെ അതേ സമയത്ത് അതിലേറെ കഷ്ടപ്പാട്, അതിലേറെ സർവൈവ് ചെയ്ത് പോകുന്ന പല ആളുകളും ആ നിമിഷത്തില് ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണം പ്രത്യേകിച്ചൊരു കാരണമില്ല. എനിക്ക് ഹസ്ബൻഡിന് പ്രോബ്ലം ഇല്ല, കുട്ടികൾക്ക് പ്രോബ്ലം ഇല്ല, മറ്റൊരു കാരണമില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ടെൻഷൻ, എന്തോ വരാൻ പോകുന്നുള്ള ഒരു പേടി, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു മനസ്സമാധാനമില്ലായ്മ. പക്ഷെ പലപ്പോഴും കൗൺസിലേഴ്സിന് പോയി കാണുന്നു, പലരോടും സംസാരിക്കുന്നു, അതിനുവേണ്ടി കുറെ പണം മുടക്കുന്നു, എന്നിട്ടും ഒരു സമാധാനമില്ലാത്ത അവസ്ഥ. പക്ഷെ അത്തരം സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു മേഖലയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് നമ്മൾ എപ്പോഴും ബിസിയായി വെക്കാൻ ശ്രമിച്ചാൽ കുറേയൊക്കെ ടെൻഷൻസ് നമ്മളെടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഓവറായിട്ട് തിങ്ക് ചെയ്യാനും ഓവറായിട്ട് ഡിപ്രസ്ഡ് ആവാതിരിക്കാനും എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അഥവാ ഇപ്പൊ വീട്ടമ്മയാണെങ്കിൽ തന്നെ വീട്ടിലെ പണികളൊക്കെ ഒതുങ്ങി വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഇത്തരത്തിലുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാവുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ ഒരു ജോബ് കണ്ടെത്താൻ ശ്രമിക്കുക. അതല്ല, എന്തെങ്കിലും ഒരു കഴിവിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, സ്വയം തൊഴിലാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി ഫുൾ ആക്റ്റീവായി വെറുതെ ഇരിക്കാൻ സമയം കൊടുക്കാത്ത രീതിയിൽ മനസ്സിനെ അനാവശ്യമായി ചിന്തിച്ച് കൂട്ടി ആ സ്പോട്ടില് ആ നിമിഷത്തെ സ്പോയിൽ ചെയ്യാൻ സമ്മതിക്കരുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വായന ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വായന, വലിയ ടൈലറിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് പഠിച്ചെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ നമ്മളൊന്ന് ബിസി ആയിരിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ്, ചിലപ്പോ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമുക്കൊന്നും നേടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ള തോന്നലൊക്കെ കൊണ്ടാവാം. അല്ലെങ്കിൽ സ്വയം ഒരു സ്നേഹം കണ്ടെത്താൻ പറ്റുന്നില്ല, സ്വയം സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നതൊക്കെ ആയിരിക്കാം. ചില പെൺകുട്ടികളെ എനിക്ക് ചില ആളുകളുടെ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ്. സ്കൂൾ ടൈമിലൊക്കെ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചില്ല, പഠനത്തിന് കൂടുതൽ മുൻതൂക്കം നൽകിയില്ല, അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്താൻ ശ്രമിച്ചില്ല. ഇപ്പോൾ ഒരു വീട്ടിനുള്ളിൽ ഒതുങ്ങി വീട്ടുകാര്യങ്ങളും നോക്കി ഇങ്ങനെ ചിലപ്പോൾ അതിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ല. അല്ലെ ഒരു വിവാഹത്തിലൂടെ ഒരു വീട്ടിലേക്ക് ഒതുങ്ങിപ്പോയി. അപ്പോ അവർക്ക് എന്തൊക്കെയോ മുന്നോട്ട് എന്തൊക്കെയോ നേടാനുണ്ട്, ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാവാം അവർക്ക് എപ്പോഴും ഇങ്ങനെ ഡിപ്രഷനും ടെൻഷനും ഒക്കെ. ചില കുട്ടികള് സ്കൂൾ ടൈമിലൊക്കെ ഒരു പ്രേമബന്ധത്തിലേക്കൊക്കെ പോയി പഠനത്തിന് കൂടുതൽ മുൻതൂക്കം
കൊടുക്കാൻ പറ്റാതെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിവാഹത്തിലേക്ക് പോയ ആൾക്കാർക്കൊക്കെ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയോ ഞാൻ ചെയ്തു പോയി. അതുകൊണ്ട് എന്റെ ലൈഫ് ഇപ്പോൾ എവിടെയും എത്താതെ ഒരു വ്യക്തിത്വം, അവരുടേതായ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടേതായ ഒരു കർമ്മ മേഖല ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതിന്റെ കാരണം കൊണ്ടാണോ ഈ അനാവശ്യമായ ചിന്തകളും ടെൻഷൻസും? കാരണം അവരുടെ സന്തോഷങ്ങളിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ്, അവരുടെ ഹസ്ബൻഡിനെ, മക്കളെ, മറ്റുള്ള ബന്ധുക്കളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് പ്രോപ്പറായ ഒരു ടൈം ഭർത്താവിനോ മക്കൾക്കോ അവർക്ക് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫ് അല്ലായിരിക്കാം അവര് റൺ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൊണ്ടാവാൻ ചിലപ്പോൾ അത്തരത്തിലുള്ള ഡിപ്രഷൻസുകളിലൊക്കെ പോകുന്നത്. അപ്പോ അത് മാത്രമല്ല, ചില ആളുകള് മറ്റുള്ളവർക്ക് ബിസി ആയിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് ബിസി ആയിരിക്കാം, ചിലപ്പോൾ മക്കള് ബിസി ആയിരിക്കാം. അപ്പൊ ഇവരിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അവരിങ്ങനെ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സന്തോഷം നമ്മൾ മറ്റൊരു ആളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നത്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക, അത് നമ്മുടെ കൈപ്പിടിയിലാണ് നമ്മൾ സന്തോഷം, അല്ലെ? മറ്റൊരാൾക്ക് നമ്മളെ കൂടുതലായിട്ട് ടെൻഷൻ അടിപ്പിക്കാനോ കൂടുതലായിട്ട് സന്തോഷം നൽകാനോ മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല. നമ്മൾ തന്നെ സ്വയം നമ്മുടെ സന്തോഷം കണ്ടെത്തുക. ചില ആളുകള് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പഠനം പാതി വഴിയിൽ നിന്ന് പോയവരാണെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് അവിടെ ബിസി ആയിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചെടുത്ത് ബിസി ആയിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയില് ബിസി ആയിരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ കുറെയൊക്കെ റിലാക്സ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അനാവശ്യമായി ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മാക്സിമം ബിസി ആയിരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ നിമിഷത്തിൽ നഷ്ടപ്പെടുത്താതെ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചോ വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ കുറിച്ചോ കൂടുതൽ ചിന്തിച്ച് നമ്മുടെ ഈ നിമിഷത്തെ ലൈഫിനെ വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുന്നതല്ലേ നല്ലത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.